ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്നത് പോലെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റും. നമുക്ക് എത്രത്തോളം ടോക്കൺ കിട്ടിയെന്നും ഏതൊക്കെ അച്ചീവ്മെൻറ്റിന് എന്തിൻ്റെയൊക്കെ ബേസിലാണ് നമുക്ക് ഈ ടോക്കണുകൾ കിട്ടിയിട്ടുള്ളത് എന്നും ഇപ്പോൾ നമ്മുടെ ആപ്പിൽ കയറിയാൽ നമുക്ക് കാണാൻ കഴിയും. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ആപ്പ് തുറക്കുമ്പോൾ തന്നെ റിസൾട്ട് റെഡി എന്നൊരു ഇൻഫർമേഷനാണ് നമുക്ക് ലഭിക്കുന്നത്. എയർ ഡ്രോപ്പ് എന്ന ഈ സെഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ടോക്കൺ കിട്ടിയിട്ടുണ്ടെന്നും അത് പാസീവ് ഇൻകത്തിൻ്റെ ബേസിലും ടാസ്ക് ചെയ്തതിൻ്റെ ബേസിലും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തതിൻ്റെയും അച്ചീവ്മെൻറ്റ്സിൻ്റെയും കീസിൻ്റെയും നമ്പേഴ്സും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാം ബേസിലാണ് നമുക്ക് എത്ര ടോക്കൺ കിട്ടിയിട്ടുള്ളതെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നെക്സ്റ്റ് അൺലോക്ക്ഡ് എന്നും അൺക്ലെയിംഡ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ അൺക്ലെയിംഡ് എന്ന് പറയുന്ന ഓപ്ഷനിലുള്ള കോയിനാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നെക്സ്റ്റ് അൺലോക്ക് എന്ന് പറയുന്നത് മിക്കവാറും വെസ്റ്റിംഗ് ആയിരിക്കും. അതിൽ നിന്നുള്ള കോയിൻ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു സ്റ്റേക്കിംഗ് പോലെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നത് പോലെ സെപ്റ്റംബർ 26-നാണ് അഥവാ 4 ദിവസം കൂടി കഴിഞ്ഞാണ് ലിസ്റ്റിംഗ് വരുന്നത്. അതിന് മുന്നായി നമ്മൾ ചൂസ് ചെയ്ത വാലറ്റിലേക്കോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്കോ നമ്മുടെ കോയിൻ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അങ്ങനെ ക്രെഡിറ്റായി കിട്ടുന്ന കോയിൻ സെപ്റ്റംബർ 26-ന് നമുക്ക് വിൽക്കാൻ കഴിയുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിലവിലെ എക്സ്ചേഞ്ചുകളിലെ പ്രീ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് വ്യത്യസ്തമായ എക്സ്ചേഞ്ചുകൾ വ്യത്യസ്തമായ വാല്യൂവിലാണെങ്കിലും 0.001 മുതൽ 0.1 വരെയുള്ളൊരു വാല്യൂ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയും. എത്രത്തോളം ടോക്കൺ ആയിരിക്കും സർക്കുലേഷനിൽ വരിക എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വരാൻ പോകുന്ന പ്രൈസ്. ഫെയറായി കളിച്ച പല ആളുകൾക്കും 3000 മുതൽ 4000 ടോക്കൺ വരേക്കും, ബോട്ട് ഉപയോഗിച്ച് ചീറ്റ് ചെയ്ത് കീ കളക്ട് ചെയ്ത പല പേർക്കും കോയിൻ അലോക്കേഷൻ വളരെ ഹൈ ആയിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത് ലിസ്റ്റിങ്ങിന് മുന്നേ റിക്കവർ ചെയ്യുമോ ഒന്നും നമുക്ക് പറയാനാവില്ല. എന്നിരുന്നാലും നമ്മൾ മുന്നേ സംസാരിച്ചതുപോലെ ഹാംസ്റ്ററിൽ നിന്നും വലിയൊരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. നമുക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ള പല പ്രൊജക്റ്റുകളും നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലുള്ള പ്രൊജക്റ്റുകളിൽ കൂടുതൽ എൻഗേജ് ആയി അതിൽ നിന്നും കൂടുതൽ കോയിൻ കളക്ട് ചെയ്ത് റിവാർഡ് മാക്സിമൈസ് ചെയ്യുക. ഹാംസ്റ്റർ സീസൺ 2-ലുള്ള ഗെയിമുകൾ കളിക്കണോ എന്നുള്ളത് 26-ാം തീയതി വരുന്ന കോയിൻ്റെ പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആളുകൾ ചൂസ് ചെയ്യുക. നമുക്കും കാത്തിരിക്കാം എത്രയാണ് ഒരു ടോക്കൺ വാല്യൂ വരുന്നതെന്നും നമുക്ക് എത്ര റിട്ടേൺ ഉണ്ട് എന്നും നമുക്ക് 26-ാം തീയതി വരെ കാത്തിരുന്ന് നോക്കാം. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബ്ലമ്മും പോക്കറ്റ് ഫയലും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് കിട്ടിയ ടോക്കൻ്റെ അളവ് നോക്കി ആരും നിരാശപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്യേണ്ടതില്ല. നമുക്ക് പുതിയ പുതിയ പ്രൊജക്റ്റുകളിലേക്ക് നമ്മുടെ കൂടുതൽ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. നല്ല റിട്ടേൺ കിട്ടുന്ന പല പ്രൊജക്റ്റുകളും ഇന്നും ടെലഗ്രാം മിനി ആപ്പിലുണ്ട്. നമുക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.